അപ്പോൾ എന്തുണ്ട് വിശേഷങ്ങൾ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഏതായാലും രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ മുഖ്യ കഥാപാത്രമായ ചിത്രമാണ് ഖലീഫ. ഖലീഫ എന്ന ചിത്രം ആദ്യ ദിവസം കളക്ട് ചെയ്ത് 13,17,00,000 രൂപയാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ഏകദേശ കണക്കുകൾ ഫാക്നിക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. പ്രാഥമിക കണക്കാണ്, ചിലപ്പോൾ ഇതിനകത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അവർ നൽകുന്ന കണക്കുകൾ പ്രകാരം വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 19,90,00,000 അപ്പോൾ ആദ്യ ദിവസം 13,17,00,000 ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം ചെറിയ ഇടിവ് നേരിട്ടിട്ടുണ്ട്. അത് സർവ്വസാധാരണമായ കാര്യമാണ്. അപ്പോൾ ഇന്നും അവധി ദിവസമാണ്, ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഈ ചിത്രത്തിനുണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിയ കേരള കളക്ഷൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസം 5,30,00,000 ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം 2,40,00,000 അവിടെയും ഇടിവ് നേരിട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 7,70,00,000 കളക്ഷൻ എത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പല സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾക്കും ഈ കളക്ഷൻ പോലും നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പം ഡീഗ്രേഡിങ്ങും നെഗറ്റീവും ഒക്കെ നടക്കുന്നതിനിടയിലും ഖലീഫ മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ നമുക്ക് പ്രത്യേകം എടുത്തു നോക്കിയാൽ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 8,90,00,000 ആണെങ്കിൽ ഓവർസീസ് കളക്ഷൻ 11 കോടിയാണ്. അങ്ങനെയാണ് 19,90,00,000. അതുപോലെ ടിക്കറ്റ് വിൽപ്പന ഇന്നലെ പരിശോധിക്കുമ്പം ഏകദേശം 66,400 ടിക്കറ്റ് ഇന്നലെ 24 മണിക്കൂർ കൊണ്ട് വിറ്റുമാറിയിട്ടുണ്ട്. ആ ദിവസം അത് 1,00,000 മുകളിലായിരുന്നു. അത് സർവ്വസാധാരണ. അപ്പം ഇന്ന് ശനിയാഴ്ച ദിവസവും മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശനിയാഴ്ച ദിവസത്തെ പ്രീഫെയിൽ ഏകദേശം 70,00,000 രൂപയുണ്ട്. അപ്പോൾ ഇന്നും ഏകദേശം 2,00,000 മുകളിൽ കേരള കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ഒരുപക്ഷെ 25 കോടിയും കടന്ന് മുന്നേറാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇനിയും ഏകദേശം ഈ ലെവൽ കളക്ഷൻ തന്നെയായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവധി ദിവസങ്ങളാണ്, ഓണാഘോഷങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. ഏതായാലും ഇതൊരു സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 50 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് ചോദിക്കുന്നവരുണ്ട് പലരും. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് നമുക്ക് അറിയില്ല. കാരണം അത് നിർമ്മാതാക്കൾ പുറത്തു വിട്ടിട്ടില്ല. എന്നാലും 25-30 കോടിക്ക് മുകളിലാകാം ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താ പറയുന്നത്, അപ്പോൾ ഏകദേശം ഇതൊരു വിജയചിത്രമാകാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കാരണം ദീർഘമായ അവധി ദിവസങ്ങളാണ്. അതുതന്നെ ഈ ചിത്രത്തിന് ഏറ്റവും അനുകൂലമായ ഒരു ഘടകവുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. സിനിമാ സംബന്ധമായ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.